നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. ഇവിടെ അടുത്ത് കരുണൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് എവിടെയാ? ഓ, ദാനശീലം കാരണം. അമ്പലത്തിനായാലും പള്ളിക്കായാലും മരുന്നിനായാലും കല്യാണത്തിനായാലും വാരി കോരി കൊടുക്കും. അല്ല നമ്മളെ സുഖീനല്ലത്. എന്റെ കർത്താവ്, ഇത് ആകെ പ്രശ്നമാവല്ലോ. കർത്താവ് എന്നൊന്നും പറയരുതെന്ന്, ഓർക്ക് മനസ്സിലാവൂലെന്ന്. അദ്ദേഹത്തിന്റെ വീട് ഏത് ഭാഗത്തായിട്ട് വരും? നേരെ നടക്കുക, ഒരു 200 വാര. ആ പാലം കടന്ന് വലതുവശത്ത് കാണുന്ന ആദ്യത്തെ ഓടിട്ട വീട്. ഇത്രയും പഴയ വീട്ടിൽ കയറിയാ വല്ലതും കിട്ടുമോ? താൻ പുതിയ വീട്ടിൽ പോയി കയറ്. ഇവിടെ വല്ലതും കാണത്തുള്ളൂ. കയറ് വേണ്ടി വരൂ. എന്തിനാ തൂങ്ങിച്ചാവാനാ? ഒന്നും മിണ്ടാതിരിക്കടോ. ഇഷ്ടപ്പെടാത്തൊരു പൂട്ട്. ഒരു പൂട്ടുണ്ടാക്കി വെച്ചേ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എന്തിനാ ഇത് രാത്രി കാലങ്ങളിൽ പൂട്ടി? ലൈറ്റ് ഒന്ന് അടിച്ചോളൂ. ഇവനും തുറന്നു വെച്ചാൽ എന്താ ചെയ്യാ? കോളിംഗ് ബെൽ അടിച്ചാലോ? എന്താ വെളിച്ചത്തെ പേടിയാണല്ലേ? ഇരുട്ടിനോടാണ് താല്പര്യം. പരിശീലനം പോരാ. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് മോഷണത്തിന് ഇറങ്ങിയത് അല്ലേ? ജീവിക്കാൻ മാർഗമില്ലാത്തവർക്കെല്ലാം പറ്റിയ പണിയല്ല മോഷണം. അതൊരു കലയാണ്. മോഷ്ടിക്കാൻ കയറുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ശരിക്കും അറിയില്ല. രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. എന്ത് ചെയ്യണം? രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. പക്ഷെ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം. സർ, ഞങ്ങൾ മോഷ്ടാക്കൾ. മനസ്സിലായി? 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഒരു കാവലും ഇല്ല. ആ നിമിഷം അങ്ങർക്ക് പോലീസിനെ വിളിക്കാൻ പറ്റുമായിരുന്നു. വിളിച്ചില്ലല്ലോ. അതാണ് കർണേട്ടൻ. അതെ, വിളിച്ചില്ല. ഇനിയിപ്പൊ നമ്മളെ 4 ആളെയും വിളിച്ച് പോലീസിനെ റെഡിയാക്കി നിർത്തി തല്ലി ചമ്മന്തി ആക്കാനാവും. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും അയാളാള് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും. താനെന്താ ഈ അവണക്കണ്ണ കുടിച്ച പോലെ? എന്തു പറയാനാ? കള്ളനായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവനെന്താ അവകാശം? ശരിയാണ്, കള്ളന്മാർക്ക് വലുത് സ്നേഹമല്ല, പൈസ തന്നെ. അബു, നമ്മളാരും ജനിച്ചത് കള്ളന്മാരാവാനല്ലോ. പക്ഷെ എന്താ ചെയ്യാ? ആയി പോയില്ലേ. ആയ സ്ഥിതിക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇപ്പൊ അയാൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോണ്ട. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന കർണേട്ടനാ. പക്ഷേ അവിടെ നീതുവും കൂടി ഉണ്ട്. അവള് വരുമോന്ന് ചോദിച്ചു. നിങ്ങളുടെ സംഭവം നോക്കാതെ നമ്മൾ എല്ലാവരും ചെല്ലുമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. അവൾക്ക് വേണ്ടിയല്ല, അവളുടെ ഡാഡിക്ക് വേണ്ടി. അതെ, എനിക്ക് ഈ 2 കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്കത് ഓർക്കുമ്പോ പേടിയാവുക. ഏതായാലും അത്രയുടെ വരെ ഒന്ന് പോയി നോക്കാം. ലോകം കണ്ട മനുഷ്യനല്ലേ. പോയാ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ? ഗുണം കിട്ടും. പോയാൽ ഒരു കാര്യം ഉറപ്പാ, 4 മയ്യത്ത് റെഡിയാവും. അങ്ങനെ സംഭവിച്ചാൽ ബാലു ചത്തിട്ടേ രണ്ടാമതൊരാൾ ചാവും. നമ്മൾ 4 പേരും ഒരു ശരീരവും ഒരു മനസ്സുമാണെന്നാണ് ഞാൻ കരുതിയത്. വരുന്നവർക്ക് എന്നോടൊപ്പം വരാം. ഏതായാലും ഞാൻ പോവും. 5 വെച്ചാൽ 10, 10 വെച്ചാൽ. ടിവിയിലെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം. നമുക്ക് ഒരു പ്രത്യേക 1ാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വരക്കല്ല ഹമാറ ജെയിംസ് വരക്കും. നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം. കൂകി കൂകി ഞമ്മക്ക് ടി ബി പിടിച്ചെന്നാ തോന്നണത്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നല്ലോ.
വിളിച്ചു കൂടാ. ടിവി ടിവി ആ വരൂ കടന്നു വരൂ. ആർക്കും വെക്കാം, ആണിനും വെക്കാം, പെണ്ണിനും വെക്കാം. ആ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വെച്ചോളൂ, വെച്ചോളൂ. വെച്ചോളൂ. ഒന്നാം സമ്മാനം ടിവി. വെച്ചോളി, ധൈര്യമായിട്ട് വെച്ചോളി. നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ. സഹോദരന്മാരെ, ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ. ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. ബേയ് രാജാ, ബേയ് ബേയ്, അങ്ങനെ ബേയ്. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല. അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറിപ്പ് 9ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. ബേയ് രാജാ, ബേയ്. ഇതാ ഒരു ഭാഗ്യവാൻ. 3 മുട്ടുസൂചി സമ്മാനം. പിടി. 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും. അതാണ് അബു ലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ. നീ വാടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളിപ്പീരാങ്ങി. ഇക്ക ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല. തന്നാ നീ മുങ്ങും. മുങ്കുലുക്ക, ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. ഏട്ടാ, നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം ഈ നിലയിലെത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോരെ. ഞാൻ പോയി വാന്ന്. ഇക്ക ഇക്ക സിനിമ വിട്ട്. പോലീസോ? ഇല്ലിക്ക, സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് പോലീസ് എന്നുള്ള ഒറ്റ പേടിയേ ഉള്ളൂ. പേടിയാൻ നമ്മക്ക് എനിക്കല്ല. നീ വിളിച്ചു കൂടാ. ആ വരൂ വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. 1ാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. ആ വരൂ വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ. ഓ വെച്ചോളൂ, ധൈര്യമായിട്ട് വെച്ചോളൂ. 1ാം സമ്മാനം ടിവിയാണ്. ആരും മടിച്ചേക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബു ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം ടിവി, 2ാം സമ്മാനം സൈക്കിൾ. ബേയ് ബേയ് രാജാ, ബേയ് ധൈര്യമായിട്ട് ബേയ്. താനിങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് കറക്കി നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കറക്കാം. സുയിപ്പാക്കരുത്. നിങ്ങൾ കറക്കിയാൽ നമ്മൾ ആകെ കറങ്ങിപ്പോവും. ബേജാറാക്കണ്ട. നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി. മാറടോ, ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. താമര താമര. 2ാം സമ്മാനം സൈക്കിൾ അടിച്ചിരിക്കുന്നത്. അല്ല, അയക്കരുത്. ഞാൻ ചവിട്ടാൻ നീങ്ങൂല. ഞാൻ അത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ വിടരുതേനെ. എടുക്കടാ കാശ്. പറഞ്ഞ അബദ്ധാവോ എന്തോ. അത് ഉറപ്പാണല്ലോ. ഒക്കെ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? 3 തലമുറയായിട്ട് ഞങ്ങൾക്ക് ഈ മോഷണത്തിന്റെ ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേണ്ട, മൂപ്പർക്ക്. നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ആ പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിലിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? അത് ശരിയാ. നായ നടുക്കടലിൽ ചെന്നാലും ശരി, അത് നക്കിയാ കുടിക്കുള്ളൂ. എന്ന് പറഞ്ഞ റൊക്കി ഒരു നക്കിയാണെന്നല്ലേ നീ പറഞ്ഞത്? നീയും കള്ളനാ, അത് മറക്കണ്ട. ഒന്നും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകട്ടെ ബാലു. ഇവിടെ ഇല്ലാത്തതാ. നീ ഇതിവിടെ ഉള്ളപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചുരുക്കം ചില അവധി ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞാ ബാക്കി സമയം വെറുതെ ഇങ്ങനെ ചിറ്റിത്തിരിയാ. അതിന് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ ഇവിടെ. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും ആളെ കിട്ടൂല. അല്ല, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. ആ എന്താ? അല്ല, ഈ കള്ളന്മാരൊക്കെ വിളിച്ചെടുത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കല്ലേ? ഈ മനുഷ്യന്മാരാണല്ലോ കള്ളന്മാരാകുക. അത് നേരാ. ഈ നാൽക്കാലികളൊന്നും മോഷ്ടിക്കില്ല. നാൽക്കാലികളെ ചില മനുഷ്യർ മോഷ്ടിക്കാറുണ്ട്. ആ അപ്പൊ മൃഗീയത്വം മനുഷ്യരിലല്ലേ ഉള്ളത്? ഇരിക്കും. നോ താങ്ക്സ്. സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ഞങ്ങൾ ഗോവിന്ദ് മൽഹോത്രയുടെ അടുത്ത പരിചയക്കാരാണ്. ഞാൻ സുമൻ, ഇത് ജീവൻ. ഒരു ബിസിനസ് പാർട്ട്ണറെ ആവശ്യമുണ്ടെന്ന് സാർ പത്രത്തിൽ കൊടുത്ത അഡ്വർടൈസ്മെന്റ് മിസ്റ്റർ മൽഹോത്ര കാണാനിടയായി. താങ്കളുമായി സംസാരിക്കാൻ അദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ മൽഹോത്ര എവിടെ താമസിക്കുന്നു? ജനീവ ഇന്റർനാഷണൽ. സാറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞുവിട്ടിരിക്കുക. ഓഹോ, ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മിനിമം ഒരു 3 കോടി രൂപയെങ്കിലും ചെലവ് വരും. അതിന്റെ 50% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണറെയാണ് എനിക്ക് ആവശ്യം. സാറിന് ഫുൾ എമൗണ്ട് ആയ 3 കോടി രൂപ ഇന്ന് വേണോ? ബിസിനസ് ഉറപ്പിച്ചാൽ ആ നിമിഷം അദ്ദേഹം എണ്ണി തരും. ഞങ്ങൾ വാങ്ങിച്ചു തരും. ആ അല്ല, ഇടപാട് ഞങ്ങൾ നടത്തി തരാം. അതിന്റെ ഒരു ഓ, കമ്മീഷൻ. സംശയിക്കാൻ എന്തിരിക്കുന്നു? അത് തീർച്ചയല്ലേ? അപ്പൊ ഉറപ്പിക്കാമല്ലോ. തീർച്ചയായും. ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോട്ടെ. വൈകിട്ട് 4 മണിക്ക്. എക്സ്ക്യൂസ് മീ, ഫോൺ. ഓ, എന്തൊരു ചൊറിച്ചില്ല. നിനക്ക് ചൊറിയുണ്ട? എനിക്കിത് ഇട്ടെന്ന് തോന്നണേ. നീ അകത്തേക്ക് പോ. ആവോ ആവോ.
മിസ്റ്റർ സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. नमस्कार, मेरा नाम मल्होत्रा, गोविंद मल्होत्रा। साहब हाँ? साहब हाँ। सन्नी को हिंदी नहीं मालूम, മലയാളം बोलते हैं वो മനസ്സിലാക്കते हैं. अच्छा, പേടിക്കണ്ട, എന്റെ പിതാജി ഇരിഞ്ഞാലക്കുടാക്ക ആദ്മി, നമുക്ക് മലയാളത്തിൽ ബോൾത്താകും. വരൂ, ബൈഠിയേ ബൈഠിയേ ബൈഠിയേ. ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ ബോംബെയിലായി പോയില്ലേ. വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ? മോഹം. ആ, മോഹം. ഞാനിപ്പൊ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ് എന്റേത്. 3 കോടി രൂപയെ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ഛെ, 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 ഛെ. ആവോ ആവോ. കോൻ ഹേ? സർ, ഇന്നലെ വന്ന ആ പള്ളിയിലച്ഛനാണ്. അച്ഛാ, വരൂ. അച്ഛാ, അധികമൊന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ. എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ആകോട്ടെ. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ? കൺസ്ട്രക്ഷൻ. ഛെ, സംഭാവന. അച്ഛാ, അച്ചോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വര ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്കിനി കാര്യങ്ങളങ്ങ് ഉറപ്പിക്കാം. അച്ഛാ. ഓ, എന്തേ? പുറത്തിറങ്ങ്, പുറത്തിറങ്ങ്. അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു വേണ്ട, നിങ്ങളൊക്കെ പുറത്തിറങ്ങ്. എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടല്ല. ആ, പോട്ടെ 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 പോട്ടെ. ആ, മന്ദാകത്ത് പോ. വാതിലടക്കേ. ബ്ലേഡ് വീഴൂ. പിന്നെ വീഴാതെ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കെട്ട് എവിടെ? അബൂച്ചന്റെ ഉണ്ട്. ആ നോട്ട് കെട്ടിട്ട്. ഇതെന്താ വെള്ളക്കടലാസ് ചമ്മക്കോ? പൊക്കിയെടുത്ത് മാപത്ത്, മാറ്റിയാണ്. മാപത്ത്. പൊക്ക്, പൊക്ക്. മാപത്ത്.